between chai break. So, in our podcast, we have Advocate N. Sadisharan Saru and a youth representative, Alan Kanulad. So, welcome. Hi, thank you. Okay. So, പലപ്പോഴും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ പലരും ചിന്തിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. സോ അങ്ങനെ ഒരു സ്പേസ് ആണ് നമ്മൾ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ചായ് ബ്രേക്ക്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഡെയിലി റീൽസ് കാണും, ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവും, ഇല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. ചിലത് കാണുമ്പം അല്ലെങ്കിൽ മെന്റലി നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ അത് കാണുമ്പോൾ അയ്യോ ഇതേപോലെ ചെയ്തായിരുന്നെങ്കിൽ, ഇല്ല എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു പെർഫെക്റ്റ് ലൈഫായിരിക്കും കാണുന്നത്, ഫുൾ നേരത്തെ പറഞ്ഞ പോലെ സക്സസ് സ്റ്റോറികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ തോന്നാറുണ്ടോ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് തോന്നാറുണ്ടോ? കോൺഫിഡൻസ് എന്നൊരു സാധനം കുറവില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു തോന്നൽ വരും. സ്റ്റിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങുകയാണ്. ഐ മീൻ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, ബിസിനസ് തുടങ്ങുന്നു, സക്സസ്ഫുൾ ആവുന്നു, ട്രാവൽ ചെയ്യുന്നു, കാണാറുണ്ടല്ലോ ആസ് യൂഷ്വൽ. അപ്പൊ നമുക്കൊരു തോന്നൽ വരും, എന്താ നമ്മൾ മാത്രം ബാക്കിലാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഇടയ്ക്ക് വരാറുണ്ട്. കോൺഫിഡൻസിന്റെ ഒരു കുറവില്ല. ഫോർ ചെറിയൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ വരും. നമുക്ക് മറ്റുള്ളവരെ പോലെ ചെയ്യണം എന്നൊരു തോന്നൽ വരും. ബട്ട് ഇതൊരു ഇൻഡിവിജ്വാലിറ്റിയാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ഡിസിഷൻ ആണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. ഡെയിലി തോന്നാറുണ്ട്. ഡെയിലി ഉണ്ടല്ലോ, ഡെയിലി ഓരോന്നോരോന്നാ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് എന്തെങ്കിലും ഒന്ന് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒന്ന് ഫൈനലൈസ് ചെയ്ത് എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അല്ലാതെ നമുക്കൊരു നെഗ് അടിക്കുന്ന ഒരു ഇതില്ല. ഇതിനകത്ത് പറയാനുള്ളത് സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റ് ആണ് ഇന്നത്തെ സമൂഹം. പണ്ട് ഈ സോഷ്യൽ മീഡിയ എന്നൊരു സംവിധാനം ഇല്ലായിരുന്നു. വായിച്ചറിയുക, വായിച്ച് കേൾക്കുക, സമൂഹത്തെ നോക്കി പഠിക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു യുവ സമൂഹമാണ്. അപ്പൊ അതിൽ കാണുന്നതും കേൾക്കുന്നതും കിട്ടുന്നതുമെല്ലാം വേറൊരാളുടെ ചിന്തയ്ക്ക് സ്വന്തം മസ്തിഷ്കം പണയം വെക്കുന്ന ഒരു രീതിയാണ്. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. വേറൊരാൾക്ക് നമ്മളിത് കട കൊടുക്കരുത്. നമ്മുടെ ബ്രെയിൻ വേറൊരാളുടെ ചിന്തയ്ക്ക് ഡിപ്പെൻഡ് ആയിരിക്കരുത്. അത് കാണുന്നതും കേൾക്കുന്നതും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതിനകത്ത് സാരാംശം ഉൾക്കൊണ്ട് എല്ലാം നമ്മൾ ചിന്തിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു അടിസ്ഥാനമുണ്ട്, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും. ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ അതിനെ കാണാവൂ. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ചിന്ത തെറ്റായ മേഖലകളിലേക്ക് നയിക്കപ്പെടാൻ ഇടയാവില്ല. അതാണ് എന്റെ അഭിപ്രായം. കോൺഫിഡൻസ് എന്നല്ല, പല കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഞാൻ ഇതേപോലെ ഇപ്പൊ ഭയങ്കര ഇടയ്ക്ക് വെച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്തിന്റെ വോളില് ഫുള്ള് യോഗ പെയിന്റിങ്സ് ആണ്. ഓക്കെ, സ്ത്രീകള് യോഗ ചെയ്യുന്ന പല പോസ്റ്റേഴ്സും ആണ് ആ വോളിലുള്ളത്. വളരെ മാന്യമായിട്ടുള്ള ഒരു വോളായിരുന്നു അത്. പക്ഷേ ആ ഒരു സ്ഥലത്തിലെ ആൾക്കാർ, മെൻ ഓർ വിമൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാര് വിമന്റെ പ്രൈവറ്റ് പാർട്ട്, ആ ഒരു യോഗ പിക്ചറിന്റെ പ്രൈവറ്റ് പാർട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടുത്തെ പെയിന്റിങ്സ് ഒക്കെ മാറ്റി വളരെ മോശമായിട്ട് ആ ഒരു പെയിന്റിങ്ങിനെ വരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വോൾ കണ്ടത്. ഇത് ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നമ്മുടെ യങ് ജനറേഷനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അത് ആ ചെയ്ത ആള് അയാൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നതെന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കാര്യം. അതിനെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണുന്നവരുണ്ട് നല്ലൊരു സമൂഹം. തെറ്റായ രീതിയിൽ ബാക്കി ആ യോഗയുടെ നന്മകളൊന്നും കണ്ടില്ല. അവന്റെ മനസ്സിനെ അലട്ടുന്ന എന്ത് വിഷയമാണോ ആ വിഷയം അതുമായിട്ട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചു. അതാണ് അതിന്റെ ഒരു കമന്റ് സെക്ഷൻ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഇതിനെന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ചെയ്യുന്നൊരു നമ്മുടെ ഏജിലുള്ള ഏജ് ബാരിയർ ഒന്നും അതിനകത്തില്ല.
അങ്ങനത്തെ ഒരു സൊസൈറ്റി നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിങ് ആണല്ലേ. ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ സ്കൂൾസ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് പറ്റുമോ? എഡ്യൂക്കേഷൻ അല്ല, ഹ്യൂമാനിറ്റി എന്താണെന്നുള്ളത് അതാണ് ശരിക്കും ചെറിയ കാലഘട്ടത്തെ അപ്പം അത് ഇപ്പോഴേ കുട്ടികളെ ബിൽഡ് ചെയ്യാൻ ഫാമിലി ആ സൊസൈറ്റി ഒക്കെ വിചാരിക്കണ്ടേ? അപ്പൊ നമ്മുടെ ഫാമിലിയിലെ പാരന്റ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഏറ്റവും വലിയ കലാശാല അല്ലെങ്കിൽ സർവകലാശാല എന്ന് പറയുന്നത് ഒരാളിന്റെ വീടാണ്. പ്രാഥമിക പാഠങ്ങളെല്ലാം ആ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി പരിചയപ്പെടുന്നത് ആദ്യത്തെ ഗുരുവും ദൈവവും അമ്മയാണ്. അമ്മ കറക്റ്റ് ആണെങ്കിൽ, അമ്മ കറക്റ്റ് ആയിരിക്കില്ല, അമ്മ കറക്റ്റ് ആണെങ്കിൽ അവന് വഴിതെളിച്ചിട്ട് കൊടുക്കും, ശരിയായ പാത്ത് തെരഞ്ഞെടുത്ത് കൊടുക്കും. ആ വഴിയിൽ തന്നെ അമ്മയെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തി ആ പാത തെറ്റാതെ മുന്നോട്ട് പോകും. അങ്ങനെ പോയവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത്. അതിന്റെ അവരുടെ ചരിത്രം പഠിച്ചാൽ മതി. ടെലഗ്രാമില് റീസെന്റ് ആയിട്ട് കുറച്ച് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ട്. ഈവൻ സ്വന്തം വീട്ടില് അമ്മ വെറുതെ തൂക്കുമ്പോ വീഡിയോ എടുത്ത് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ട ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഫാമിലിയിൽ എന്ത് റോളാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയ്ക്ക്? നമുക്ക് ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി മൈൻഡ് ചേഞ്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഏറ്റവും കൂടുതൽ അത് ഈ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു വരുത്താൻ ഏതാണ് ഒരു ഉപാധി എന്ന് അന്വേഷിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ എന്ന് കാണിക്കുന്നത്. അത് ഇടുന്നത് ശരിയോ തെറ്റോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രോസ് ആൻഡ് കോൺസ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇടുക, അത് തെറ്റായത് അങ്ങനെ എന്തെല്ലാം വേണ്ടതും വേണ്ടാത്തതുമായ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്നത്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആള് അയാളുടെ ആ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആളുകളുടെ പ്രേക്ഷകരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും മാറ്റേഴ്സ് ഇതിനകത്ത് ഉണ്ടോ എന്ന് സ്വന്തം മൂശയിലിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കയറ്റിവിടാവൂ. അങ്ങനെ ചെയ്യുന്നില്ല, അവന് ആളുകളുടെ ശ്രദ്ധ വേണം. ഇപ്പൊ ഞാന് യുവാക്കളുടെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ യുവാക്കളുടെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ എന്താണ് ഒരു മാർഗം ഞാൻ ചിന്തിക്കുക. ഇപ്പോഴത്തെ യുവാക്കളുടെ ശ്രദ്ധ പിടിച്ചു വെക്കാൻ എന്താണ് ഒരു മാർഗം? അപ്പൊ എനിക്ക് അതിലൂടെ എന്റെ ആശയത്തിലൂടെ നിങ്ങളെ നന്നാക്കുക ആയിരിക്കുകയല്ല ഉദ്ദേശം, എനിക്ക് ഹീറോ ആവണം. അതിന് ഞാൻ ഏതെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ചൂട് പിടിച്ച് കയറി പോകും. അല്ല, ഈ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ മറക്കരുത്. വ്യക്തിത്വം മറന്ന് ഒരു കാര്യവും ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുന്നതും നമുക്കും സമൂഹത്തിനും വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. സ്വന്തം പാരന്റ്സിനെ പറ്റി അല്ലെങ്കിൽ വിമൻസിനെ പറ്റി കമന്റിൽ വളരെ മോശമായിട്ട് ടെലഗ്രാമിൽ ഇങ്ങനെ ഇടുമ്പോൾ ചിന്തയുണ്ട്, എന്റെ ഫേക്ക് അക്കൗണ്ടാണ്, ഇതൊന്നും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ആ ഒരു ലീഗൽ സൈഡ് ഇവർക്ക് അറിയാത്തില്ല, ഇതിന്റെ ഒരു കോൺസിക്വൻസസ് ഇവർക്ക് അറിയാത്തത് കൊണ്ടാവാം. അറിഞ്ഞിട്ടും ചെയ്യുന്നവരുണ്ട്, അറിയാത്തത് കൊണ്ടാവാം മേ ബി ഈ ഒരു ഇന്നസെൽഫ് അറിഞ്ഞ് ഓക്കെ ഞാൻ ഇങ്ങനെ ഇട്ട് ഞാനും കണ്ടുപിടിക്കത്തില്ല. അപ്പൊ ഇതിന്റെ ലീഗൽ സൈഡ് അല്ലെങ്കിൽ IT ആക്ട് ലീഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. IT ആക്ട് 2000 പാർലമെന്റിൽ പാസ്സാക്കിയത്. ആ IT ആക്ട് വന്നതിന് ശേഷം കാരണം ഇതിന്റെ സാർവത്രികമായ ഉപയോഗം വന്നപ്പോ അത് അതിന് വിടുമ്പോഴാണല്ലോ അതിനെ നിയന്ത്രിക്കാൻ എന്ത് നിയമം വേണം എന്ന് ആലോചിച്ചിട്ട് നിയമം പാസ്സാക്കുന്നത്. അങ്ങനെ അതനുസരിച്ച് 2000 നിയമം പാസ്സാക്കി അതിനകത്ത് കാലോചിതമായ ഭേദഗതികൾ വരുത്തുന്നു. നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഫോണിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നമ്മൾ വേണ്ടതും വേണ്ടാത്തതും ചെയ്താലും ഇതെല്ലാം ഒരിടത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ആരും ഒരു പരാതി കൊടുത്തില്ലെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും അതിനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനം എല്ലാം ഇപ്പോ ഉണ്ട്. പരാതിപ്പെടാൻ തന്നെ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ധാരണ ഇത് പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ആരും കാണുന്നില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ. ആ ധാരണയെ പൂർണ്ണമായി തെറ്റാണ്. പിന്നിപ്പോ ഇതൊക്കെ നിയന്ത്രിക്കാൻ മോണിറ്റർ ചെയ്യാൻ സൈബർ സെല്ലുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ സൈബർ സെല്ലിന്റെ കംപ്ലൈന്റ് സെല്ലിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആക്ഷൻ ഉണ്ടാവും. ഒരു സംശയം അതിനകത്ത് എനിക്കിപ്പോ ഞാനിപ്പോ ഒരു സോഷ്യൽ മീഡിയയിൽ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ബുള്ളിങ് ഫേസ് ചെയ്തു. അപ്പൊ ഞാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്? ഞാൻ എവിടെയാണ് ഫസ്റ്റ് ഇൻഫോം ചെയ്യേണ്ടത്? നമ്മുടെ ലോക്കൽ സൈബർ സെല്ലിൽ തന്നെ പോലീസ് വിഭാഗത്തിന് സൈബർ സെല്ലിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അങ്ങനൊരു വിവരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഉദാഹരണം പോക്സോയെ സംബന്ധിച്ച് ഫാൾസ് ഇൻഫർമേഷൻ എമൗണ്ട്സ് ടു സെക്ഷൽ അബ്യൂസ് ആണ്. ശരി, അതൊരു പോക്സോ കുറ്റകൃത്യമാണ്. ഫാൾസ് ഇൻഫർമേഷൻ അവിടെ സെക്ഷലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഒരു പോക്സോ കേസിനെ സംബന്ധിച്ച് ഫാൾസ് ഇൻഫർമേഷൻ കൊടുക്കുക, ഫാൾസ് കംപ്ലൈന്റ് കൊടുക്കുക, ദാറ്റ് അമൗണ്ട്സ് ടു an offense that comes under the protection of children from sexual abuses. Offenses act. അപ്പൊ അവിടെ ഇങ്ങനൊരു വിവരം നടന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പോ അക്കാരിയെ സംബന്ധിച്ചൊരു കേസ് ഒരാളുടെ വാച്ച് നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോലീസിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ വിവരം കൊടുത്തു കഴിഞ്ഞാൽ they are bound not to disclose the informed ആരിൽ നിന്ന് കിട്ടി പറയാൻ പാടില്ല. അപ്പൊ നമ്മളിങ്ങനെ പരാതി കൊടുത്താലും ആരാണ് ഡിസ്ക്ലോസ് ചെയ്തത് അവരത് പുറത്തുവിടരുത് എന്നാണ് നിയമം. പോക്സോയുടെ ഒരു കാര്യം പറഞ്ഞ സമയത്താണ് നമുക്ക് സാറിന് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പണ്ട് ഒരു ലീഗൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു കെൽസയുടെ. അപ്പൊ അന്ന് പോയപ്പോ നമ്മൾ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പോക്സോ കേസിന്റെ. അത് കഴിഞ്ഞ് ഒരുപാട് നമ്മൾ പോക്സോ ന്യൂസുകൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പോക്സോ കാരണം ഈ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ പറഞ്ഞ പോലെ മീൻസ് ചിലരെ കൊടുക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം ഒരു പോക്സോ തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു പാറ്റേൺ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഏത് നിയമവും ആ നിയമത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാ നിയമം പാസ്സാക്കുന്നത്. നിയമം പാസ്സാക്കിയാൽ ആ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ പഴുതുകളുണ്ട് എന്നാണ് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പോക്സോയെ സംബന്ധിച്ച് പറയാം, ഫെയിലിയർ ടു റിപ്പോർട്ട് എ കേസ് അത് നോൺ സെക്ഷൽ ഒഫൻസ് ആണ്. പോക്സോയിലെ നോൺ സെക്ഷൽ ഒഫൻസ് ആണ്. അതുപോലെ ഫാൾസ് കംപ്ലൈന്റ് ഓർ ഇൻഫർമേഷൻ റിവീലിംഗ് ദി ഐഡന്റിറ്റി ഓഫ് ദ ചൈൽഡ്, ഇത് മൂന്നും നോൺ സെക്ഷൽ ഒഫൻസസ് ആണ്. ദാറ്റ് കംസ് വിത്തിൻ പോക്സോ ആക്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസ് എന്തായിരിക്കും? കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ പോക്സോ കേസ് എടുക്കുന്ന കോടതി സ്പെഷ്യൽ കോർട്ടാണ്, അതിനകത്ത് തന്നെ ഈ ആളിനെ പ്രതിയാക്കി കേസ് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ സാർ? അങ്ങനെ ഇതേവരെ ഇല്ല. ഇന്നലത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു ഒരു വാർത്ത കണ്ടു, അച്ഛൻ മകളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശിക്ഷിച്ച വാർത്ത ഇന്നലെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ആരെ നമ്മൾ ഇക്കാലത്ത് വിശ്വസിക്കണം എന്നുള്ളതാണ്. പോക്സോ കേസുകളുടെ എണ്ണം കൂടിയപ്പോൾ ആണ് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ആർട്ടിക്കിൾ 15(3) ആർട്ടിക്കിൾ 15 അനുച്ഛേദം 3 വകുപ്പ് അനുസരിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം, അവരുടെ എല്ലാവിധമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേക നിയമം പാസ്സാക്കണമെങ്കിൽ ഭരണഘടന അതിനെതിരല്ല എന്നാണ് ആർട്ടിക്കിൾ 15(3) പറയുന്നത്. അതനുസരിച്ച് 2012 നവംബർ 14 ശിശുദിനത്തിന് പ്രാബല്യത്തിൽ വന്ന ആക്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അപ്പൊ അതനുസരിച്ച് അത് ദുരുപയോഗം ചെയ്യാം. ഇത് കുടുംബ കോടതിയിൽ വരെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡൈവോഴ്സിന് വന്നിരിക്കുന്നു. അപ്പോ കൂടുതൽ അയാളെ എങ്ങനെ ഒരു വെട്ടി വീഴ്ത്താം എന്ന് ചിന്തിക്കുന്ന ഭാര്യ മൈനർ മകളെ അടുത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അയാൾക്കെതിരെ ലൈംഗിക അതിക്രമം ആരോപിച്ച് കേസ് കൊടുക്കുന്നുണ്ട്, പോക്സോ കേസിലെ പ്രതിയാക്കുന്നുണ്ട്. എന്തൊരു മനസ്സാക്ഷിയാ! അപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടത് മനുഷ്യന്റെ മനസ്സാക്ഷി. അല്ലാതെ ഒന്നുകൂടെ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അപ്പോ ടു ബി ഹ്യൂമൻ എന്നുള്ളതാണ് പ്രധാനം. സാർ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, അപ്പം നമ്മൾ ഈ ഒരു ഫേക്ക് കേസ് ഒക്കെ വരത്തില്ലേ, ആ സമയം ഈ മെയിൽ അക്യൂസ്ഡിന്റെ ഫോട്ടോസും ഇതൊക്കെ മീഡിയസും സോഷ്യൽ മീഡിയാസ് വഴി പുറത്തു വരുന്നുണ്ട്. അപ്പം ഇത് കാരണം തന്നെ കുറെ പേര് സൂയിസൈഡ് ചെയ്യും. കേസ് തെളിഞ്ഞു കഴിയുമ്പോൾ ഈ പ്രതി അല്ല, ഈ കുറ്റം ഇങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ വരുമ്പോൾ ഈ അക്യൂസ് ചെയ്ത ആൾ പോയി സൂയിസൈഡ് ചെയ്യുന്ന കുറെ ഇൻസ്റ്റന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെതിരെ നമുക്ക് എന്താ സാറിന് പറയാനുള്ളത്? ഒരു കേസില് അച്ഛനെ നിരപരാധിയായ അച്ഛനെ പ്രതിയാക്കി വിവരം കിട്ടിയവരുടെ അയാൾ സൂയിസൈഡ്. പേര് മെൻഷൻ ചെയ്ത കോഴിക്കോട് ഒരു ഇൻസിഡന്റ് ഇതേപോലെ ഉണ്ടായിരുന്നു. ബസ്സിൽ ഒരു അബ്യൂസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പം ആള് സൂയിസൈഡ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പ്രൂവൻ ആയത്. സോ ഈ നമ്മുടെ കോർട്ട് ഇല്ലെങ്കിൽ ലീഗലി നമ്മളൊരു ജഡ്ജ്മെന്റിന് മുന്നേ സോഷ്യൽ മീഡിയ ആണ് ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ.
ഏതൊരു വിഷയവും കോടതിയിൽ പെൻഡിങ് ആയിരിക്കുന്ന, കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമായിരിക്കുന്ന ഒരു വിഷയവും അവിടെ ചാനലുകാരെടുത്തിട്ട് ചർച്ചയാണ്. എന്നിട്ട് കൺക്ലൂഷനിലേക്ക് എത്തും. ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് നിർത്തി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു അൺനെസസറി ആയിട്ടുള്ള സോഷ്യൽ ഇമ്പാക്ട് അതിന്റെ പിന്നിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ ചാനലിൻ്റെതായിട്ടുള്ള സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. സാർ, അങ്ങനെ ഈ അക്യൂസ്ഡ് ആവുന്ന ആൾക്ക്, ഫാൾസ് അക്യൂസേഷൻ വരുന്ന ആൾക്ക് ഇപ്പൊ എന്തും ജസ്റ്റിസ് കിട്ടുന്നില്ലല്ലോ. പുള്ളിക്കാരൻ സൂസൈഡ് ചെയ്താലും പുള്ളിക്കാരൻ ജസ്റ്റിസ് കിട്ടുന്നില്ല, പുള്ളിക്കാരന്റെ ലൈഫ് പോയി. അതിന് ഇനി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ലീഗൽ എയർവേസിന് കേസ് കൊടുക്കാം, നഷ്ടപരിഹാരം, അതെല്ലാം മെലീഷ്യസ് പ്രോസിക്യൂഷൻ. അതേപോലെ ഇപ്പൊ അലൻ പറഞ്ഞ പോലെ ബോയ്സിന്റെ ഫോട്ടോ ഇപ്പൊ ഞാനാണ് ഒരു കാര്യം പറയുന്നെങ്കിൽ എന്റെ ഫോട്ടോ എന്റെ ഐഡന്റിറ്റി ഇപ്പോഴും പ്രൈവറ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ അലൻ അഗെയിൻസ്റ്റ് ആണെങ്കിൽ അലൻ ആസ് എ ബോയ് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും റിവീൽ ചെയ്യും. അപ്പൊ അവിടെ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലേ നമ്മൾ കാണുന്നത്? ചേഞ്ച് ആവുന്ന സമയമായില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ല ലോ ഓഫ് ദി കൺട്രി അല്ലെങ്കിൽ ബേസിക് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതെടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അവിടെയും കുട്ടികൾക്ക് സ്ത്രീകൾക്കുമാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ നോക്കിയാൽ ജനനീ ജന്മഭൂമിസ്ഥ സ്വർഗാതീയസി, മാതാവും മാതൃഭൂമിയും സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതേ ലൈനിൽ ഒരു കൊച്ചു പെൺകുഞ്ഞിനെ കണ്ടാലും ആ കുഞ്ഞിലെ മാതൃത്വത്തെയാണ് കൂടുതൽ ആളുകൾ കാണേണ്ടത് എന്ന് പഠിപ്പിക്കുക. അപ്പൊ ആ ഒരു മാന്യതയും ബഹുമാനവും കുഞ്ഞിൽ തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റിയാണ്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ പറയുന്നതിനകത്തൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ അതിന്റെ ഫുട്ടിങ് എവിടെ വരണം? ബാക്കി എല്ലാ ആർട്ടിക്കിളിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് അല്ലേ നമുക്ക് 14. അപ്പം നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ ഇക്വാലിറ്റി അല്ലേ ഇമ്പോർട്ടന്റ്? ഇക്വാളിറ്റി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു ഇൻജസ്റ്റിസ് തന്നെയല്ലേ? ഇൻജസ്റ്റിസ് ആണെന്ന് പറയാൻ പറ്റില്ല. നിലവിലുള്ള സാഹചര്യവും പരിസ്ഥിതിയും ഭരണഘടനയുടെ വ്യവസ്ഥയൊക്കെ വെച്ചിട്ട് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ആരാധിക്കപ്പെടേണ്ട വിഭാഗമായിട്ടാണ് കണ്ടുവരുന്നത്. പക്ഷേ ഈ ലൂപ്പുകൾ പലരും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. അതെല്ലാ രംഗത്തും ഉണ്ട്. ഏത് രംഗത്തെ മനുഷ്യനിടപെടുന്ന എല്ലാ രംഗത്തും ഉണ്ട്. ഇവിടെ ആര് ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ വാദവനാഥ പ്രശ്നിക്കെങ്കിലും ആര് ഡോമിനേറ്റ് ചെയ്യണം? പുരുഷന് പുരുഷ മേധാവിത്വം ഇഷ്ടം, സ്ത്രീകൾക്ക് സ്ത്രീ മേധാവിത്വം. ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ സൈന്യ മേധാവി വരെ സ്ത്രീകൾ വരുന്നുണ്ട്. യുദ്ധവിമാനം പറപ്പിക്കാൻ സ്ത്രീ, അതായത് പുരുഷന്മാർ ഏതൊക്കെ മേഖലയിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്നു ആ മേഖലയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം തന്നെ സ്ത്രീകളുണ്ട്. അപ്പൊ ഇൻഇക്വാളിറ്റി നിലവിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ വീക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. പണ്ടത്തെ കാര്യമാണെങ്കിൽ സ്ത്രീകൾക്ക് മൊബിലിറ്റി വളരെ കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കി പാട്രിയാർക്കി ഒക്കെ കൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ നമ്മൾ വിമൻ ബോയ് ഓർ ഗേൾ വാട്ട് എവർ അത് സെയിം രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു പുതിയൊരു ലോ വരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവുമോ? എന്തും അതിൽ വിടുമ്പോ ഉറപ്പായിട്ടും കടിഞ്ഞാനിടാൻ നിയമമേ ഉണ്ട്. അത് വരേണ്ട സമയത്ത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ആളുകൾ അതിനനുസരിച്ച് ചിന്തിക്കുമെങ്കിൽ ഇതിനൊരു മാറ്റം വന്നേ ഉള്ളൂ. അതിന് നിയമത്തിന്റെ വഴി വെച്ച് ഒരു കടിഞ്ഞാനിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് ലിമിറ്റ് വിട്ട് പോകും എന്ന് കാണുമ്പോൾ ഭരണാധികാരികൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റിൽ ഇങ്ങനെ നിയമങ്ങൾ ഓരോന്നും കാലാനുസരണമായിട്ട് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിയമമൊക്കെ ഉണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ ആ നിയമം അനുസരിച്ച് ജീവിക്കണം അതോ നിയമം ലംഘിച്ച് ജീവിക്കണമെന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം, അല്ലേ? ഞാൻ മദ്യപിക്കാത്ത ആള്, പക്ഷെ മദ്യപിക്കുന്ന ആളുണ്ടാവും. ഞാൻ മദ്യപിക്കുന്നത് തെറ്റാണ് എന്ന് എന്റെ മനസാക്ഷി പറയുമ്പോൾ ഇതൊരു കുഴപ്പമില്ല, ഇച്ചിരി മദ്യപിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമില്ല എന്നായിരിക്കും എന്റെ സുഹൃത്ത് ചിന്തിക്കുന്നത്. അത് അവരും തീരുമാനിക്കേണ്ടതാ. ഞാൻ അടിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് എന്റെ മകൻ അടിക്കണ്ട എന്ന് പക്ഷെ ഞാൻ അടിക്കാത്തത് കൊണ്ടും ആ രീതിയിൽ അവരെ വളർത്തുന്നത് കൊണ്ടും അവർ ആ വഴിക്ക് പോകില്ല എന്ന ഉറച്ച വിശ്വാസം. അത്രയേ ഉള്ളൂ. മ്യൂച്വൽ റെസ്പെക്ട് വേണമല്ലോ. മ്യൂച്വൽ റെസ്പെക്ട് വേണം.
അതേപോലെയാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ തന്നെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ടു സ്പീച്ച് ഉണ്ട്. പക്ഷെ ഇപ്പോ ഈ നമ്മുടെ കറണ്ട് സിനാരിയോയില് ഈ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാര്യത്തെ അൺവാണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു ബൗണ്ടറി കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്തും ആർക്കും പറയാവുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ ഹത്യ ചെയ്യാവുന്നത് നാക്കുകൊണ്ടാണ്. വാളിനേക്കാൾ മൂർച്ച വാക്കിനുണ്ട്. തന്നെയല്ല, ഈ 5 ഇന്ദ്രിയങ്ങളാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്, 5 സെൻസസ്. കണ്ണിനെ കണ്ടാൽ മതി, കാതിന് കേട്ടാൽ മതി, മൂക്കിന് മണത്താൽ മതി, ത്വക്കിന് സ്പർശിച്ചാൽ മതി. പക്ഷെ നാക്കിന് ഡബിൾ ഡ്യൂട്ടിയാണ്. നല്ലത് കാണുക, നല്ലത് രുചിക്കുക, നല്ലത് പറയുക. അതുകൊണ്ട് ആ ഒരു ഇന്ദ്രിയം എടുത്ത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കും. അടുത്ത നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, ഓക്കെ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയനും പെർസ്പെക്റ്റീവും പറയണം. ഓക്കെ, മണി കാൺ ബൈ ഹാപ്പിനെസ്. ഇസ് ഇറ്റ് ട്രൂ? മണി കാൺ ബൈ ഹാപ്പിനെസ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ റോഡിൽ ഇറങ്ങി, അപ്പൊ അവിടെ ഒരു അമ്മയെ കണ്ടു, ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, ഫുഡില്ല. ഞാൻ എന്റെ പൈസ കൊടുത്ത് അവർക്കൊരു ഫുഡ് മേടിച്ചു കൊടുത്തു. മണി കാൺ ബൈ ഹാപ്പിനെസ് അല്ലേ? അത് പെർസ്പെക്റ്റീവ് വേറെയാണ്. നമ്മള് അവിടെ പറഞ്ഞത് ഹാപ്പിനെസ് വിലക്ക് കൊടുത്ത് വാങ്ങാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് എൻജോയ്മെന്റ് അല്ല, സർവീസാണ്. സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് സർവീസ് ടു ഗോഡ്. അപ്പൊ ആ സെർവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ കാശ് കൊടുക്കുമ്പോൾ സാക്രിഫൈസ് ആണ് അവിടെ ചെയ്യുന്നത്. എന്റെ കാര്യം മാറ്റി വെച്ചിട്ട് മറ്റൊരാളുടെ നന്മയിലേക്ക് ഞാൻ പോകുന്നു. ഇത് മണി കൊടുത്ത് ഹാപ്പിനെസ് വാങ്ങുന്ന പരിപാടിയല്ല. പറ്റും. ബട്ട് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഇവരൊരു കോളേജ് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചെയ്യുന്നതായിരിക്കും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചിരിക്കും. പക്ഷെ അതൊന്നും മോസ്റ്റ് ഓഫ് എക്സിനുള്ള കാശ് വേണം. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും. പക്ഷെ ടു ആൻ എക്സ്റ്റെന്റ് ഇൻ കേസ് ചില റിലേഷൻഷിപ്സിനാണെങ്കിലും ഇതെല്ലാം മണി ബൗണ്ടഡ് ആണ്. ആ കാര്യത്തിൽ നമുക്ക് അതിന്റെ റിയൽ ഇത് നമുക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ കൂടെ ഇടയ്ക്ക് പറയുകയല്ല, ഇതിനോട് ചേർത്ത് വായിക്കാനായിട്ട് എന്റെ ഗുരുനാഥൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മ വരുന്നു. മണി കംസ് ആൻഡ് ഗോസ്, ബട്ട് മൊറാലിറ്റി കംസ് ആൻഡ് ഗ്രോസ്. അപ്പൊ ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം? അതേപോലെ ഞാനൊരു ഫൺ റീല് കണ്ടതാണ്. ഒരു മണി വേണം, ഹാപ്പിനെസ് വേണം എന്നൊരു തോട്ട്. അപ്പൊ എല്ലാവരും നമ്മൾ അൻസാറായിരിക്കും എന്താ ചൂസ് ചെയ്യാം? ഹാപ്പിനെസ്. അലൻ എന്താ ചൂസ് ചെയ്യാം? പെർസ്പെക്റ്റീവ് നമ്മള് ഹാപ്പിനെസ് ചൂസ് ചെയ്തു. ഓക്കെ, നമ്മൾ വീട്ടിൽ ചെല്ലുന്നു, കിച്ചണിൽ പോകുന്നു, വാർഡ്രോബ് തുറക്കുന്നു, അരിയില്ല, ഉപ്പില്ല, ഒന്നുമില്ല. ഹാപ്പിനെസ് ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ പരാതിയില്ല എന്നൊരു സംസ്കാരം. കിട്ടിയോ? കിട്ടിയില്ലയോ? എനിക്ക് തോന്നുന്നു മണി വേണം, മണി വേണം, അതിലൊന്നും പക്ഷെ അതിനനുസരിച്ച് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഒരിടത്ത് ഒരാൾക്ക് പണം കുന്നുകൂടി വരുമ്പോ അയാൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം, വേറെ നല്ലൊരു സമൂഹത്തിന് പണമില്ലാതെ ദാരിദ്ര്യത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. രണ്ട് ഭാഗവും ചിന്തിക്കണം. അതേപോലെ തന്നെ ഇപ്പോ നീറ്റ് എക്സാംസും അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നടക്കാണല്ലോ. കുറെ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിന്റെ റീസൺ എന്തായിരിക്കും? ഒരു പിയർ പ്രഷർ ആണോ അതോ പേരൻസിന്റെ ആയിരിക്കോ? ആ ഒരു പ്രഷർ എന്തുകൊണ്ടാവും ഉണ്ടാവും? നീ പറഞ്ഞ പോലെ നേരത്തെ ഒരു കോൺഫിഡൻസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, നമ്മളെങ്ങും എത്തുന്നില്ലല്ലോ. ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ എവിടെ നോക്കിയാലും സക്സസ് സ്റ്റോറീസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ ഇത്ര വർഷം 3-4 വർഷം നീറ്റ് എഴുതുന്നു, ഞാൻ ക്രാക്ക് ചെയ്യുന്നു, ഞാൻ എയിംസിൽ കയറുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രഷർ കൊണ്ടിട്ടാണോ? അങ്ങനെ ആക്ച്വലി ഒരു ആസ്പിറന്റ് ആയിരുന്നു. അപ്പൊ അതിന് കുറച്ചെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത ആളാണ് 1 വർഷം. അപ്പോൾ ഞാൻ പഠിച്ച ഇത് തന്നെ 1 വർഷം റിപ്പീറ്റ് ചെയ്ത്, 2 വർഷം റിപ്പീറ്റ് ചെയ്ത്, 3 വർഷം റിപ്പീറ്റ് ചെയ്ത പിള്ളേർ പേരുണ്ട് അവിടെ. അപ്പം സ്റ്റിൽ അത് കാണുമ്പോൾ ചിലവർക്കൊരു കോൺഫിഡൻസ് പോകും, 1 വർഷം കൊണ്ട് കിട്ടുമോ, 2 വർഷം കൊണ്ട് കിട്ടുമോ എന്നൊരു കോൺഫിഡൻസ് പോകും. കിട്ടുന്ന പിള്ളേരുണ്ട്, ബട്ട് സ്റ്റിൽ ഫാമിലിയുടെ ഒരു ഫാമിലിയും ഫ്രണ്ട്സും പിയർ പ്രഷർ ഒക്കെ കാരണം വരുന്ന പിള്ളേരും ഉണ്ട്. അപ്പം ഇതിനെതിരെ സാറിന് എന്താ പറയാനുള്ളത്? ഇതിനെതിരെ അല്ല, ഇതിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? പേരൻസിന്റെ
കമ്പൽഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്രഷർ കൂട്ടുന്ന ഒന്ന്. പേരൻസ് ആദ്യം അറിയേണ്ടത് ഏത് ലൈനിലേക്ക് തിരിച്ചുവിട്ടാലാണ് ഇവൻ മുകളിലേക്ക് എത്തുക, സക്സസ്ഫുൾ ആവുന്നത് എന്ന് ആദ്യം ചിന്തിക്കണം. അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. എന്തിലാണ് താല്പര്യം എന്നുള്ളത് അങ്ങനെ ആ രീതിക്ക് വിടുക, അവൻ നല്ല സന്തോഷത്തോടുകൂടെ അത് കൈകാര്യം ചെയ്യും. പിന്നെ ഇതിലൊക്കെ ഉപരി എനിക്ക് പറയാനുള്ളത്, ഈ പ്രഷർ ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് പറയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. We must have a positive attitude even in the face of worst adversities. Yes. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ കേമനാണ്. എപ്പോഴും നമ്മൾക്ക് പട്ടണത്തിൽ കടന്ന് വീട്ടിലെ സൗകര്യം അനുസരിച്ച് അനുഭവിച്ചു വന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് അനുകൂലമായില്ല സാഹചര്യമെങ്കിൽ അവിടെ പ്രഷർ തോന്നും ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ സാഹചര്യത്തിലും ഞാൻ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവിടുന്ന് ടോപ്പിലേക്ക് വരാൻ എന്നെ കൊണ്ട് പറ്റും എന്ന ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ് പോയി 2-3 months ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ ഈ ഫീൽഡിലല്ല, ഇങ്ങനെ ഒരു സർവീസിലല്ല കണക്ട് ചെയ്യുന്നത്. എന്റെ കോൺസെപ്റ്റേ വേറെയാണ്. നിൽക്കുമ്പോൾ നമ്മളോട് സ്റ്റിൽ സ്റ്റേ ചെയ്യണം. അപ്പൊ നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് വരണം. അല്ല, നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരണം. നമ്മൾ കംഫർട്ടബിൾ അല്ല, ബട്ട് പേരൻസ് ഫോഴ്സ് ചെയ്തെങ്കിൽ അവിടെ നിന്നേ പറ്റും. ഫോഴ്സ് ചെയ്യുന്ന കുറെ പേരൻസ്. അപ്പൊ അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ആണ് ഈ കുട്ടിയുടെ കർമ്മം എന്ന് പറഞ്ഞാല്, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോ ഞാൻ എന്നൊരു മകനെ ചിലപ്പോ ബാക്കി ഉണ്ടാകില്ല എന്നാണ്. ചില പിള്ളേർക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ പലരും ബ്ലസ്ഡ് ആണ്, പക്ഷെ ചില കുട്ടികൾക്ക് അവരുടെ പേരൻസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലുള്ള സ്പേസോ ആ ഒരു ഫ്രീഡോ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് പലരെയും പേഴ്സണലി അറിയാം. എനിക്ക് പല ഫ്രണ്ട്സിനും സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. നമ്മളെല്ലാവരും പുറത്തു വന്നു വെച്ചു പേരൻസിന്റെ അടുത്ത് ചിലപ്പോൾ ചോദിച്ച സമയത്തേക്ക്, പക്ഷെ ചോദിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇപ്പൊ എനിക്കിഷ്ടമുള്ള ഒരു കോളേജ് ഏത് പറഞ്ഞൊരു കോളേജിലാണ് എനിക്ക് പോകാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് ആ പറയുന്ന കോളേജിൽ ആ ഒരു പൊളിറ്റിക്കൽ കോഴ്സ് എടുക്കണം എന്നെനിക്ക് പേരൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എല്ലാവർക്കും ഈ ഒരു പോഡ്കാസ്റ്റ് ആക്ച്വലി ഭയങ്കര രസമായിരുന്നു അല്ലേ, ഫൺ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഡു കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു സോ മച്ച് അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്ര സർ ആൻഡ് അലൻ. So thank you so much.